ഹായ് ഫ്രണ്ട്സ്, അസാട്ടിലേക്ക് സ്വാഗതം. 39 ഇഞ്ച് ചെസ്റ്റുള്ള സാരി ബ്ലൗസാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ്. 14+1 15 ഇഞ്ച് ലെങ്ത് എടുക്കുക. ഷോൾഡർ 5.5 എടുക്കുന്നുണ്ട്. ആം ഹോൾ 6 ഇഞ്ച്. അവിടെ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് 11.25. അതുപോലെ അവരുടെ ബാക്ക് നെക്ക് വേണ്ടത് 8.5 ആണ്. 2 ഇഞ്ച് കഴുത്തകലം കൊടുക്കുക. ബാക്കിലെ നെക്ക് റൗണ്ട് ഷേപ്പ് കൊടുക്കുക. ബാക്കിൽ നിന്ന് താഴെ 4 ഇഞ്ച് വിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അടിവണ്ണം കൊടുക്കുന്നത് 9.5 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആം ഹോള് വെട്ടുമ്പോൾ എപ്പോഴും അവിടെ ഒരു 4 ഇഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി ആ പീസ് എടുത്ത് വെച്ച് ഫ്രണ്ട് പീസ് എങ്ങനെ ക്രോസ് വെട്ടാം എന്നാണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം ക്ലോത്ത് നഷ്ടപ്പെടുത്താതെ. അപ്പോൾ ആം ഹോൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഷോൾഡറിൽ നിന്ന് 4 ഇഞ്ച് വെളിയിലേക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ വെളിയിലേക്ക് എടുക്കുന്ന അത്രയും നെക്ക് അകത്തേക്ക് മാർക്ക് ചെയ്യണം. അവിടെ ഒരു സ്വല്പം കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ വണ്ണം എപ്പോഴും 1.5 ഇഞ്ച് ബാക്കിനേക്കാൾ കൂടുതൽ ഫ്രണ്ടിന് എടുക്കുക. താഴെ കട്ടിങ്ങിന് വേണ്ട പോർഷൻ കുറച്ചിട്ട് ബാക്കി വെളിയിലേക്ക് മാർക്ക് ചെയ്യുക. ഫ്രണ്ട് പോർഷന് വരുമ്പോൾ കട്ടിങ് 4 ഇഞ്ച്, ഉള്ളിലേക്ക് 4 ഇഞ്ച് മാറ്റി 2.5 ആൻഡ് ഇവിടെ വരുമ്പോൾ 3 ഇഞ്ച് അങ്ങനെ ഷേപ്പ് മാർക്ക് ചെയ്യുക. 6 ഇഞ്ച് നെക്ക് ലെങ്ത് ഉണ്ട്. 3 ഇഞ്ച് വിഡ്ത്ത് കൊടുക്കുന്നു. അങ്ങോട്ട് ഷേപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് ആം ഹോള് ചെരിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് ഇനി നമ്മൾ അകത്തേക്ക് കൂടുതൽ വളച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 2 ക്ലോത്ത് ഒന്നിച്ചിട്ടാണ് വെട്ടുന്നത് എളുപ്പത്തിന് വേണ്ടി. ഒരേ ആളിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം രണ്ടും കൂടി കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് മാക്സിമം ക്ലോത്ത് സേവ് ചെയ്ത് വെട്ടുന്നതെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ പ്രത്യേകിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസും കൂടി വെട്ടിക്കഴിഞ്ഞാൽ ശേഷം വരുന്ന ക്ലോത്ത് നമുക്ക് കൈക്കെടുക്കാം. അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള ക്ലോത്തിനെ നടുവേ ഒന്ന് മടക്കുക. ആവശ്യമുള്ള കൈ ലെങ്ത്തിൻ്റെ നീളത്തിൻ്റെ കൂടെ 1 ഇഞ്ച് ലെങ്ത് കൂട്ടിയെടുക്കുക. ടോട്ടൽ മടക്കിയിട്ട ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷൻ കാണണം. അതുപോലെ തന്നെ ആം ഹോൾ ഷേപ്പ് ചെയ്യുന്നിടത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. അപ്പം മേളിൽ നിന്ന് ആ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തുകൂടി നമ്മൾ ഷേപ്പ് കൊടുക്കുന്നു. ആ എൻഡിലും സ്റ്റാർട്ടിങ്ങിലും ഒരു 1.25 ഇഞ്ച് നമ്മൾ ഷാർപ്പായിട്ട് നിൽക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ താഴെ ഫ്രണ്ട് ആം ഹോള് 4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബോട്ടം വിഡ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി ബോട്ടം മാർക്ക് ചെയ്യുക. ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുക്കുക. ഇനി പീസ് നിവർത്തിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പീസ് നിവർത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വിട്ടിരിക്കുന്നത് മാത്രം ഒന്ന് ഷേപ്പ് ചെയ്യും. അപ്പം അങ്ങനെ മാർക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും. ഇനി ബാക്കി വന്ന പീസിൽ നിന്ന് കട്ടിങ് എടുക്കാം. ഫ്രണ്ട് നമ്മൾ എത്രയാണോ കട്ട് ചെയ്ത മാർക്കിങ്ങിന് നേരത്തെ നല്ല പീസിൽ മാർക്ക് ചെയ്ത 4 ഇഞ്ച്, ആ 4 ഇഞ്ച് ഫ്രണ്ട് പോർഷൻ കൊടുക്കുന്നു. മിഡിൽ 2.5, ലാസ്റ്റ് 3 ഇഞ്ച്. ആ രീതിയിൽ കട്ട് ചെയ്ത് കട്ടിങ്ങുമായി. ഇപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ എല്ലാ പോർഷനും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസസ് നല്ല ക്ലോത്തിൽ വെച്ച് അതേപോലെ തന്നെ വെട്ടിയെടുത്താൽ മതി. ഇപ്പം ഞാൻ ഒന്ന് പീസിൽ വെച്ചിട്ട് കുറച്ച് സിൽക്കിൻ്റെയാണ് നല്ല ക്ലോത്ത്, അത് കാരണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെട്ടാനും ഈസിയാണ്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബൈ ബൈ.